ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്റ്റൈൽ കട്ട്ലറ്റ് ആണ്. ബംഗാളി സ്റ്റൈൽ ചിക്കൻ കട്ട്ലറ്റ്. ഇതിൻ്റെ പേര് ചിക്കൻ കബിറാജി. നമ്മളുണ്ടാക്കുന്ന കട്ട്ലറ്റിനേക്കാളും ഒരുപാട് ഡിഫറെൻ്റ് ആണ്. കട്ട്ലറ്റ് സൈസ് കൂടുതലാണ്, വലിപ്പം കൂടുതലാണ്, പക്ഷെ വളരെ ലൈറ്റാണ്. നമ്മുടെ കട്ട്ലറ്റിനേക്കാളും ലൈറ്റാണ്. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഒരു ക്രിസ്പി എഗ്ഗ് വെച്ചിട്ടുള്ളൊരു കൂട്, ഒരു നെസ്റ്റ് അല്ലെങ്കിൽ ഒരു നെറ്റ് പോലെ ഒരു കേസിങ്ങിൻ്റെ ഉള്ളിലാണ് ഈ കട്ട്ലറ്റ്. അപ്പോൾ ലൈറ്റായിട്ടുള്ള വലിയൊരു കട്ട്ലറ്റിൻ്റെ ചുറ്റും ക്രിസ്പി എഗ്ഗ് കോട്ടിങ്. നല്ല ടേസ്റ്റാണ്, നല്ല രസമാണ് ഇത് കഴിക്കാൻ. ഒരു ക്യാബേജ് അല്ലെങ്കിൽ ലെറ്റസ് സാലഡിൻ്റെ മുകളിൽ കട്ട്ലറ്റും വെച്ചിട്ട് കുറച്ച് ഗ്രീൻ ചട്നി സോസിനായിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തൊക്കെ. എപ്പോഴും കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാറുള്ളവർ ഈ പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എന്നോട് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ്, ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. ചിക്കൻ കീമ വെച്ചിട്ട് ഉണ്ടാക്കണ്ട, ഇതുപോലെ ഫൈനലി ചോപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ നന്നാവുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ചോപ്പറിൽ ഇട്ടിട്ട് 2-3 പൾസിൽ ഇതുപോലെ നന്നായി ചെറുതായി ചോപ്പ് ചെയ്ത് കിട്ടും. പേസ്റ്റായി പോകരുത്, അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഇപ്പോൾ ചെറിയ കൊത്തി അരിഞ്ഞ പോലത്തെ ചിക്കനാണ് കിട്ടിയേക്കുന്നത്. എന്നിട്ട് ഇതേ ചോപ്പറിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ട് അത് ചോപ്പ് ചെയ്യാം. 10 വലിയ അല്ലിയുള്ള വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. 2 ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളിയുടെ അത്രയും അളവ് വരരുത്, അതിനേക്കാളും കുറവ് വേണം. പിന്നെ 2 വലിയ പച്ചമുളക് എടുക്കുന്നുണ്ട്, ഒരു 5 ടേബിൾ സ്പൂണോളം വരും. ഇത് ഞാൻ ഒരുപാട് എരിവില്ലാത്ത പച്ചമുളകാണ് എനിക്ക് ഇഷ്ടം, ഞാൻ അതാണ് ചേർക്കുന്നത്. 2 സവാള, ഒരു ഇടത്തരം സൈസ് സവാള ഒക്കെ കൂടിയിട്ട് ഒന്നും കൂടി ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഹെർബ്സ് വേണം. അതിനു വേണ്ടി ഒരു വലിയ പിടി മല്ലിയിലയും ഒരു വലിയ പിടി പാർസ്ലി ഇല കിട്ടാനില്ലെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ അതും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഫൈനലി ചോപ്പ് ചെയ്ത് എടുക്കുകയാണ്. 2 ബാച്ചസ് ആയിട്ട് വേണമെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാം. കൊത്തി അരിഞ്ഞ പോലെ ഇരിക്കണം, ഒട്ടും പേസ്റ്റ് പോലെ ആവരുത്. ഈ സ്റ്റെപ്പ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അപ്പം നന്നായി കൊത്തി അരിഞ്ഞ പോലെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആയി കിട്ടിയേക്കുന്നത്. ചിക്കനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മിക്സ്ചറിൽ വെള്ളമൊന്നും തീരെ പാടില്ല. കണ്ടില്ലേ? അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇവിടെ 1 ടേബിൾ സ്പൂൺ വൂസ്റ്റർഷർ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ലൈറ്റ് സോയ സോസും ഉപയോഗിക്കാം, പക്ഷേ കഴിയുന്നതും വൂസ്റ്റർഷർ സോസ് തന്നെ ഉപയോഗിക്കാൻ നോക്കാം. സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടുന്നതാണ്. നമ്മുടെ ടൊമാറ്റോ സോസ് കെച്ചപ്പൊക്കെ വെച്ചിരിക്കുന്ന അതേ സ്ഥലത്ത് കിട്ടും. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കണം. ഇത് ഫ്ലേവർ ബാലൻസ് ചെയ്യാനാണ് ഞാൻ ലൈറ്റ് ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്തത്. 1/4 കപ്പ് ബ്രെഡ് ക്രംസ്, ബ്രെഡ് പൊടിച്ചത്, 1 മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം, കൈകൊണ്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് വളരെ ലൂസായിട്ടുള്ളൊരു കട്ട്ലറ്റാണ് ഉണ്ടാവുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഉരുളക്കിഴങ്ങൊക്കെ ചേർന്ന് ടൈറ്റ് ആയിട്ടുള്ള കട്ട്ലറ്റ് അല്ല. നല്ല വലിയ സൈസ് കട്ട്ലറ്റ്, ഒരു കൈയിൻ്റെ ഉള്ളിൽ നല്ല നീളത്തിലുള്ള കട്ട്ലറ്റ് ഉണ്ടാക്കണം. വളരെ ലൂസാണ്, കണ്ടില്ലേ? ഇത് കൈകൊണ്ട് പതുക്കിനെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പറിൽ നമുക്ക് ഒരു ട്രേയിൽ വെച്ച് കൊടുക്കാം. ഇത് ഇത്രയും ലൂസായിട്ടിരിക്കുന്ന കാരണം വേണമെങ്കിൽ കുറച്ച് നേരം ഫ്രീസറിൽ വെക്കാം, ഒന്ന് സെറ്റായി കിട്ടാൻ. കാരണം നമുക്കിനി അത് എഗ് വാഷിലും ബ്രെഡ് ക്രംസിലും മുക്കാനുള്ളതാണ്. ഒന്ന് ഫേം ആയാലും അത് ഹെൽപ്പ് ചെയ്യും, അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഷേപ്പ് അതേപോലെ കിട്ടാൻ ഇത്തിരി പാടാണെന്നുള്ളൂ. അപ്പോൾ എണ്ണ ചൂടാവുന്നുണ്ട് ഫ്രൈ ചെയ്യാൻ. ഇവിടെ എഗ് വാഷ് എടുത്തിട്ടുണ്ട്. 3 മുട്ട, 2 ടേബിൾ സ്പൂൺ വെള്ളം വെച്ച് നന്നായി പതപ്പിച്ചത്. ബ്രെഡ് ക്രംസും ആവശ്യത്തിന് യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ഈ പാറ്റി എടുത്തിട്ട് ഈ കട്ട്ലറ്റ് എടുത്തിട്ട് പതുക്കനെ എഗ് വാഷിൽ മുക്കിയെടുത്തു. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തു. എന്നിട്ട് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ വേണമെങ്കിൽ ആദ്യം ബ്രെഡ് ക്രംസിൽ ഒരു പ്രാവശ്യം മുക്കാം, പിന്നെ എഗ് വാഷിൽ മുക്കാം, പിന്നെ വീണ്ടും ബ്രെഡ് ക്രംസിൽ മുക്കാം. ഒരു ഡബിൾ കോട്ടിങ് വേണമെങ്കിൽ. ഞാൻ ചെയ്തില്ല, ഞാൻ ഒരു കോട്ടിങ് ബ്രെഡ് ക്രംസ് ഇട്ടിട്ടുള്ളൂ. ഇത് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ചെയ്യണത് വേഗം ആവും, കാരണം ചിക്കന് കൊത്തി അരിഞ്ഞിരിക്കുകയല്ലേ, വേഗം തന്നെ ആവും ഇത്. ഇതുപോലെ തന്നെ എഗ്ഗിൽ കണ്ടില്ലേ വളരെ
ഇങ്ങനെ വീണ് പോവും ആ കട്ട്ലറ്റ് പെട്ടെന്ന് നമ്മൾ വേഗം തന്നെ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ടില്ലെങ്കിൽ അത്രയും ലൂസായിട്ടുള്ളൊരു ടെക്സ്ചറാണ്. അതുകൊണ്ട് തന്നെ അത് കഴിക്കുമ്പോൾ ഭയങ്കര ലൈറ്റാണ്. ഒരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഫ്രൈ ചെയ്യണം. കൂടുതൽ നേരം ഫ്രൈ ചെയ്യരുത്. പിന്നെ ഓർമ്മ വേണം, നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടി ഈ എണ്ണയിലേക്ക് ഇത് തിരിച്ചിടും, ഈ ക്രിസ്പി എഗ് കോട്ടിങ്, ആ ക്രിസ്പി എഗ് നെസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത്. അതുകൊണ്ട് കൂടുതൽ നേരം ഫ്രൈ ചെയ്യരുത്. ഒരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ചിക്കൻ കുക്ക്ഡ് ആയിരിക്കും. എന്നിട്ടത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് യൂസ് ചെയ്യാം. ഞാനിവിടെ ബ്രെഡ് ക്രംസിൻ്റെ തീർന്നപ്പോഴും ഞാൻ ബാക്കിയുള്ളത് ബ്രെഡ് ഫ്ലവറിൽ മുക്കി ഫ്രൈ ചെയ്തു. ഇത് ബ്രെഡ് ഫ്ലവറാണ്. കണ്ടില്ല, അതിൻ്റെ ലുക്കൊക്കെ ഡിഫറെൻ്റ് ആണ്. ടേസ്റ്റ് കുഴപ്പമില്ല, എന്നാലും ബ്രെഡ് ക്രംസ് ആണ് കുറച്ചും കൂടി നല്ലത് കട്ട്ലറ്റിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള എല്ലാ കട്ട്ലറ്റ്സും ഇതുപോലെ എഗ് വാഷിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം കഴിയുമ്പോൾ ബാക്കിയുള്ള ആ എഗ് വാഷിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടാം. കൂടെ കുറച്ച് ഉപ്പും, ഒരു 2 നുള്ള് ഉപ്പ്. ഇത് നന്നായിട്ട് അടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ എണ്ണയിലേക്ക് ഇങ്ങനെ ഒരു ലേസ് അല്ലെങ്കിൽ നെറ്റ്, ഒരു കൂട് പോലെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ വേണമെങ്കിൽ എണ്ണ മാറ്റാം. എൻ്റെ എണ്ണ ബ്രെഡ് ക്രംസ് കൊണ്ട് ഒരുപാട് കറുത്ത് പോയി, അതായത് ഞാനത് മാറ്റി പുതിയ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്താൽ അതേ എണ്ണ തന്നെ ഉപയോഗിച്ചാലും മതി. ഇതുപോലെ എഗ് വാഷിൽ കൈ മുക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ നേരെ ഇറ്റിച്ച് കൊടുത്തോണ്ടിരുന്നാൽ മതി. അപ്പ് ആൻഡ് ഡൗൺ നമ്മുടെ പാനിൻ്റെ മുകളിൽ കൈ അനക്കുമ്പോൾ ഇതുപോലെ ഒരു ലേസ് പാറ്റേൺ വരും. അപ്പോൾ ഓയിൽ ഒരു ലോ ടു മീഡിയം ഹീറ്റ് ആയിരിക്കണം എഗ്ഗ് ഫ്രൈ ചെയ്യുമ്പോൾ, അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഇതൊന്ന് ഫ്രൈ ആയി ക്രിസ്പായി വരും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഫ്രൈ ചെയ്ത ഒരു കട്ട്ലറ്റ് എടുക്കാം, ഈ നെറ്റുമിൽ ഒന്ന് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇത് മടക്കി അതിനൊരു കോട്ടിംഗ് ആയിട്ട് ഇതുപോലെ എടുക്കണം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കട്ട്ലറ്റ്സും വെച്ച് ചെയ്യാം. ഈ ക്രിസ്പി എഗ് കോട്ടിങ് എത്ര കൂടുതൽ വേണം അത്രയും കൂടുതൽ എടുക്കാം. നല്ല ക്രിസ്പി ആയിരിക്കും, അത് വേഗം തന്നെ സെർവ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കട്ട്ലറ്റ് എന്നാൽ ബ്രെഡ് ക്രംസ് വെച്ച് ക്രിസ്പുമാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്നും കൂടി ക്രിസ്പായിട്ടുള്ള ഈ എഗ്ഗ് കോട്ടിങ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണത്. പിന്നെ എഗ്ഗിൽ നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്, കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് എഗ്ഗിൻ്റെ മണമൊന്നും നിൽക്കണില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കട്ട്ലറ്റും എഗ് വാഷും വെച്ചിട്ട് ഉണ്ടാക്കി തീർക്കാം. അങ്ങനെ ചിക്കൻ കൊബിറാജി ബംഗാളി ചിക്കൻ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ. ഇതെങ്ങനെ സെർവ് ചെയ്യാന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിൽ ക്യാബേജ് അല്ലെങ്കിൽ ലെറ്റസ് ഷ്രെഡ് ചെയ്തത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കട്ട്ലറ്റ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഓണിയൻ റിങ്സ് കുറച്ച് ഗാർണിഷിന് എന്തെങ്കിലും ചേർക്കാം. എന്നിട്ട് ഗ്രീൻ ചട്നിയുടെ കൂടെ സെർവ് ചെയ്ത് കഴിച്ചാൽ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്രീൻ ചട്നി റെസിപ്പിയാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നത്, ചട്നി സാൻഡ്വിച്ച് ബൈറ്റ്സ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ആ ഗ്രീൻ ചട്നിയാണ് കേട്ടോ സ്റ്റാർ. ഗ്രീൻ ചട്നി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാണ്ടിരിക്കരുത്. അതുപോലെ പഴയ വീഡിയോസ് മിസ് ചെയ്തവരെല്ലാം കാണാൻ നോക്കുക. എൻ്റെ നോട്ടിഫിക്കേഷൻസ് വരണില്ലെങ്കിലും ഇടയ്ക്കൊന്ന് വന്ന് ചെക്ക് ചെയ്യും. ഒരുപാട് പേര് പറഞ്ഞു നോട്ടിഫിക്കേഷൻസ് വരണില്ല, എന്നാലും ഇടയ്ക്ക് എൻ്റെ ചാനൽ വന്നൊന്ന് ചെക്ക് ചെയ്യും കേട്ടോ, എന്നാലേ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും കാണുന്ന അറിയുമ്പോഴാണ് സന്തോഷം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. ചിക്കൻ കൊബിറാജി കട്ട്ലറ്റ്, ബംഗാളി സ്റ്റൈൽ ചിക്കൻ കട്ട്ലറ്റ് ഗ്രീൻ ചട്നിയുടെ കൂടെ സെർവ് ചെയ്ത് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടപ്പെടും, ഉറപ്പ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.